അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പൊതു അന്തരീക്ഷം, അപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ തയ്യാറെടുപ്പുകൾ, അതിൻ്റെ ക്രമീകരണങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ട പൊതുവായ വിവരങ്ങൾ, പ്രാഥമിക വിവരങ്ങളാണ് പങ്കുവച്ചത്. ഇലക്ഷൻ ഡേയിൽ നമ്മൾ ഇനി നോക്കേണ്ടത്, മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഏറ്റവും ശക്തമായൊരു പ്രചാരണ കാലമാണ് കടന്നുപോയത്. മുന്നണികൾ കേരളത്തിൽ അഴിച്ചുവിട്ട വളരെ ശക്തമായൊരു മുന്നണി സംവിധാനം, ഇടതുമുന്നണിയും ഐക്യജനാധിപത്യ മുന്നണിയും LDFും UDFും അതുപോലെ തന്നെ BJPയുടെ NDAയും എന്ന നിലയിൽ അങ്ങനെ നോക്കിയാൽ ഒരു ത്രികോണ മത്സരത്തിൻ്റെ ഒരു പൊതു അന്തരീക്ഷം കേരളത്തിലുണ്ട്. അതിൽ തന്നെയും LDFും UDFും തമ്മിലാണ് 20 ലോക്സഭാ മണ്ഡലങ്ങളിലും ഏറ്റവും ശക്തമായ മത്സരം നടന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ദേശീയ രാഷ്ട്രീയ വിഷയങ്ങളൊക്കെ ഏറ്റവും അധികം മാറ്റുരച്ച ഒരു പ്രചാരണ കാലം കടന്നു പോകുമ്പോൾ അത് മുന്നണികൾ എങ്ങനെയാണ് ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ചത് എന്നതുമായി ബന്ധപ്പെട്ട ചില പൊതുവിവരങ്ങൾ ഒന്ന് നമുക്ക് ഓർത്തെടുക്കാൻ വേണ്ടി മാത്രം വേഗത്തിലൊന്ന് കണ്ട് പറഞ്ഞു പോകാം എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഉദാഹരണത്തിന് നമുക്ക് ആദ്യം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ നോക്കാം. LDF ഏറ്റവും ആദ്യം തന്നെ പ്രചാരണ രംഗത്തേക്ക് വന്നു. അതിലെ പ്രധാനപ്പെട്ട പാർട്ടിയായ CPIM ഫെബ്രുവരി 27-നാണ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത്. അതിന് തൊട്ടുമുമ്പ് CPIയുടെ സ്ഥാനാർത്ഥി വന്നു. ഏറ്റവും ആദ്യം എനിക്ക് തോന്നുന്നു ഈ പ്രചാരണ കാലത്ത്, തെരഞ്ഞെടുപ്പ് കാലത്ത് ഏറ്റവും ആദ്യം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത് കേരള കോൺഗ്രസ് M ആണ്. തോമസ് ചാഴികാടൻ്റെ സ്ഥാനാർത്ഥിത്വമാണ് ആ പാർട്ടി പ്രഖ്യാപിച്ചത്. അപ്പോൾ അതിശക്തമായ ഒരു രാഷ്ട്രീയ പ്രചാരണമാണ് ഇടതുമുന്നണി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് മുന്നോട്ട് പോയപ്പോൾ നടത്തിയത്. അപ്പോൾ അങ്ങനെ ആ ശക്തമായ രാഷ്ട്രീയ പ്രചാരണം, ആ പ്രചാരണത്തിൻ്റെ വേഗവും ദിശയും നിയന്ത്രിച്ചത് നേതാക്കളായിരുന്നു എന്നതുകൂടി കാണാം. അപ്പോൾ മുഖ്യ പ്രചാരകനായി, താരപ്രചാരകനായി ഇടതുമുന്നണി മുൻനിർത്തിയത്, മുഖ്യമന്ത്രി പിണറായി വിജയനെ മുൻനിർത്തി തന്നെയാണ് ഇടതുമുന്നണി ഈ തെരഞ്ഞെടുപ്പിൽ പ്രചാരണം നടത്തിയത്. മാത്രമല്ല ഈ തെരഞ്ഞെടുപ്പിൻ്റെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട താരപ്രചാരകനായി മുഖ്യമന്ത്രി മാറി. ഈ തെരഞ്ഞെടുപ്പിൽ പ്രധാന വിഷയങ്ങളിൽ നിലയുറപ്പിച്ചു നിന്ന് വളരെ ശക്തമായി ജനങ്ങളോട് നിരന്തരം അദ്ദേഹം സംസാരിക്കുന്നത് കണ്ടു. അതുപോലെ തന്നെ CPIയുടെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ, അതുപോലെ CPIയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വമൊക്കെ ഇടതുമുന്നണിയുടെ പൊതു പ്രചാരണത്തിന് നേതൃത്വം കൊടുത്തു. അതുപോലെ തന്നെ ദേശീയ നേതാക്കൾ, ഈ മുന്നണിയുമായി ബന്ധപ്പെട്ട് നോക്കിയാൽ അതിൻ്റെ ദേശീയ നേതാക്കളായിട്ടുള്ളവർ, CPIയുടെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള സീതാറാം യെച്ചൂരി, അതുപോലെ തന്നെ പൊളിറ്റ് ബ്യൂറോ അംഗമായിട്ടുള്ള പ്രകാശ് കാരാട്ട്, CPIയുടെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള D രാജ, ബൃന്ദ കാരാട്ട്, ഇവരെല്ലാവരും കേരളത്തിലെ നിരവധി ലോക്സഭാ മണ്ഡലങ്ങളിൽ വന്ന് പ്രചാരണത്തിന് നേതൃത്വം കൊടുത്തു. ദേശീയ രാഷ്ട്രീയ വിഷയങ്ങളിൽ ഊന്നി നിന്നായിരുന്നു ഈ ദേശീയ നേതാക്കൾ പ്രചാരണ രംഗത്ത് വന്നത്. അപ്പോൾ 20 മണ്ഡലങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന വിശാലമായിട്ടുള്ള രാഷ്ട്രീയ യോഗങ്ങളിലൂടെയാണ് ഇടതുമുന്നണി ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് കടന്നുപോയത്. മുഖ്യമന്ത്രിയായിരുന്നു അതിൻ്റെ നേതൃപരമായ ആ യോഗങ്ങളെ നയിച്ചത് എന്നതുകൂടി വളരെ പ്രധാനമാണ്. വയനാട്ടിൽ നിന്ന് ആരംഭിച്ച് കഴിഞ്ഞ ദിവസം 23-ാം തീയതി തലശ്ശേരിയിലാണ് മുഖ്യമന്ത്രിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ യോഗം അവസാനിച്ചത്. ഒരു ദിവസം ഒരു ലോക്സഭാ മണ്ഡലത്തിൽ 3 നിയമസഭാ മണ്ഡലങ്ങളിലായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രചാരണ യോഗം ഉണ്ടായിരുന്നത്. ഈ പ്രചാരണ യോഗങ്ങളിൽ നിന്നും രാവിലത്തെ വാർത്താ സമ്മേളനങ്ങളിൽ നിന്നുമാണ് ഏതാണ്ടേറെക്കുറെ കേരളത്തിൻ്റെ ഈ പ്രചാരണ കാലത്ത് മാധ്യമ വാർത്തകൾ, അതുമായി ബന്ധപ്പെട്ട സജീവമായ ചർച്ചകളിലേക്കൊക്കെ പോയത്. മോദിക്കെതിരെ ഏറ്റവും ശക്തമായിട്ടുള്ള മോദി സർക്കാരിൻ്റെ ശക്തമായ വിമർശകനായി പ്രശ്നങ്ങൾ അവതരിപ്പിച്ചു. എന്നാൽ മോദി സർക്കാരിനെ ശക്തമായി വിയോജിക്കേണ്ട കോൺഗ്രസ് പാർട്ടി, അതിനെ നയിക്കുന്ന രാഹുൽ ഗാന്ധിക്ക് അതിന് കഴിയാതെ പോകുന്നതും അടക്കം ചൂണ്ടിക്കാട്ടിക്കൊണ്ടായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രചാരണ യോഗങ്ങൾ മുന്നോട്ട് പോയത്. അപ്പോൾ BJPക്കും കോൺഗ്രസിനുമെതിരെ നിശിതമായ വിമർശനം ഉന്നയിച്ച് മുന്നോട്ട് പോയി. ഹിന്ദുത്വ, വർഗീയതയും പൗരത്വവും പ്രധാന ചർച്ചയായി. മണിപ്പൂരും ഇലക്ട്രൽ ബോണ്ടും തെരഞ്ഞെടുപ്പ് വിഷയങ്ങളായി മാറുന്ന സാഹചര്യം ഒക്കെ വന്നു. മണിപ്പൂരൊക്കെ വലിയ ചർച്ചയായി മാറി. ഇലക്ട്രൽ ബോണ്ട്, CPIM ആണ് ഇലക്ട്രൽ ബോണ്ട് എന്ന അഴിമതിക്കെതിരെ സുപ്രീം കോടതിയിൽ കേസ് നൽകിയതും ഇലക്ട്രൽ ബോണ്ട് വേണ്ട എന്ന് നിലപാടെടുത്തുകൊണ്ട് അതിനുവേണ്ടി SBIയിൽ അക്കൗണ്ട് തുടങ്ങാതെ സുപ്രീം കോടതിയിൽ കേസ് നൽകി അതിനെതിരെ പോയ രാജ്യത്തെ ഏക രാഷ്ട്രീയ പാർട്ടി എന്നുള്ളതുണ്ട്. അതിൽ തുടർന്ന് പുറത്തു വന്നിട്ടുള്ള വിവരങ്ങളൊക്കെ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് മോദി സർക്കാരിൻ്റെ ഏറ്റവും വലിയൊരു അഴിമതി മുഖത്തെ തുറന്നു കാട്ടുന്നതിനും BJP വലിയ തോതിൽ പ്രതിരോധത്തിലാക്കുന്നതിനുമൊക്കെ അത് ഇടവരുത്തുന്നതും നമ്മൾ കണ്ടു കഴിഞ്ഞതാണ്. കമ്പനികളിൽ ED ഉപയോഗിച്ച് റെയ്ഡ് നടത്തുക, പിന്നാലെ കമ്പനികളിൽ നിന്ന് വലിയ തോതിൽ കോടിക്കണക്കിന് രൂപ ഇലക്ട്രൽ ബോണ്ടായി പണം സമാഹരിക്കുക, അതുപോലെ തന്നെ സർക്കാർ പദ്ധതികൾ നൽകിക്കൊണ്ട് അതിന് ബദലായി, അതിന് പ്രത്യുപകാരമായി ഇലക്ട്രൽ ബോണ്ടിലൂടെ കോടികൾ കൈപ്പറ്റുക. സാന്റിയാഗോ മാർട്ടിനെ പോലെയുള്ള ഏറ്റവും അധികം അഴിമതിയുടെ പശ്ചാത്തലത്തിൽ നിറഞ്ഞു നിൽക്കുന്ന സാന്റിയാഗോ മാർട്ടിനിൽ നിന്ന് പണം, കോടാനുകോടി രൂപ BJPയും കോൺഗ്രസും ഒക്കെ കൈപ്പറ്റിയതൊക്കെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയങ്ങളായി ഈ തെരഞ്ഞെടുപ്പിൽ വരികയുണ്ടായി. അപ്പോൾ പൊതുവിൽ മോദി സർക്കാരിനെതിരായ ഭരണവിരുദ്ധ വികാരം വളരെ ശക്തമായി ഉയർത്തിക്കാട്ടിയാണ് ഇടതുമുന്നണി ഈ പ്രചാരണ രംഗത്ത് കേരളത്തിൽ 20 ലോക്സഭാ മണ്ഡലങ്ങളിലും നിന്നത്. അതിൻ്റെ ദേശീയ നേതാക്കൾ, മുന്നണിയുടെ ദേശീയ നേതാക്കളായാലും മുഖ്യമന്ത്രിയും LDFിലെ ഘടകകക്ഷികളുടെ നേതാക്കളുമെല്ലാം ഈ വിഷയങ്ങൾ ഉയർത്തിക്കാട്ടി പിണറായി സർക്കാരിൻ്റെ, ഇടതുമുന്നണി സർക്കാരിൻ്റെ നേട്ടങ്ങളും എങ്ങനെയാണ് മോദി ഭരണകാലത്ത് ഒരു ബദൽ സർക്കാരായി കേരളത്തിലെ സർക്കാർ നിൽക്കുന്നത് എന്നതടക്കം ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഒരു പ്രചാരണ രംഗത്ത് രാഷ്ട്രീയമായി LDF നിലയുറപ്പിച്ചത്.
അപ്പോൾ ഇതിനെ പ്രതിരോധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട മുന്നണി എന്നുള്ളത് UDF ആണ്. UDFന് അതിനെത്രമാത്രം കഴിഞ്ഞിട്ടുണ്ടോ എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം തന്നെയാണ്. UDFൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണം ആ അർത്ഥത്തിൽ പാളിപ്പോയിട്ടുണ്ടോ, ഇതുപോലെ തന്നെ ഇടതുമുന്നണിയെ ഫലപ്രദമായി നേരിടാനായിട്ടുണ്ടോ, വിഷയങ്ങൾ അജണ്ട സെറ്റ് ചെയ്യാനായിട്ടുണ്ടോ എന്നൊക്കെയുള്ള വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ അവിടെയുണ്ട്. അപ്പോൾ ഉയരുന്നൊരു പ്രധാനപ്പെട്ട നിരീക്ഷണം വരുന്നത് രാഷ്ട്രീയ നിരീക്ഷകരിൽ നിന്നൊക്കെ വ്യക്തമായൊരു കാഴ്ചപ്പാടോ ലക്ഷ്യമോ ഇല്ലാതെ പോയൊരു പ്രചാരണം എന്ന വിമർശനം പൊതുവിൽ UDFൻ്റെ ഈ പ്രചാരണത്തിൽ ഉടനീളമുണ്ടായിരുന്നു. അതിന് നിരവധിയായ വിഷയങ്ങളുടെ പ്രശ്നമുണ്ടായിരുന്നു. നയിക്കാൻ നേതാവോ സംഘടനാ സംവിധാനവും ഇല്ലാതെ അണികൾ മുന്നോട്ട് പോയി എന്ന് പറയാവുന്ന ചില സാഹചര്യങ്ങൾ പ്രകടമായി വന്നിരുന്നു. അതുപോലെ BJPക്കെതിരായ വികാരത്തെ ഏറ്റെടുക്കാനായില്ല എന്നുള്ളതാണ് പ്രചരണ രംഗത്ത് കണ്ട UDFൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദൗർബല്യമായി തോന്നിയത്, രാഷ്ട്രീയമായ ഒരു ദൗർബല്യം. കാരണം മോദി സർക്കാരിനെതിരായിട്ടുള്ള ശക്തമായ ജനവികാരം, ഭരണവിരുദ്ധ വികാരം നിൽക്കുന്ന സംസ്ഥാനമാണ് കേരളം. അതിനെ ആ നിലയിൽ ഇന്ത്യ മുന്നണിയിലെ ഒരു പ്രധാനപ്പെട്ട പാർട്ടി എന്ന നിലയിൽ പ്രചാരണ രംഗത്ത് അതിനെ മുന്നിൽ നിന്ന് നയിക്കാൻ കേരളത്തിലെ UDFന് ആകാതെ പോയിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമായി ഈ പ്രചരണ കാലത്ത് വന്നത് ഇപ്പോൾ ഈ പൗരത്വ നിയമവുമായി ബന്ധപ്പെട്ട് പൗരത്വ നിയമം പൊതുവിൽ ചർച്ച ചെയ്തപ്പോൾ വല്ലാതെ കോൺഗ്രസ് പ്രതിരോധത്തിലാകുന്നു. കോൺഗ്രസ് പ്രതിരോധത്തിലായത് മുസ്ലിം ലീഗിനെയും ആകെ ബാധിച്ചു. രാഹുൽ ഗാന്ധി ആകട്ടെ അതേക്കുറിച്ച് ഏറ്റവും ശക്തമായ ഭാഷയിൽ പ്രതിരോധിക്കാനും എതിർക്കാനും ആ പൗരത്വ നിയമത്തിനെതിരെ തയ്യാറാകാതിരുന്നു. കേരളത്തിൽ വന്നിട്ട് പോലും എന്ന നിലയിലുള്ള സാഹചര്യങ്ങളുണ്ടായിരുന്നു. അതുപോലെ അവരുടെ പ്രകടനപത്രികയിൽ, കോൺഗ്രസിൻ്റെ പ്രകടനപത്രികയിൽ വളരെ സ്പഷ്ടമായി ശക്തമായി CAA റദ്ദു ചെയ്യും എന്ന് എഴുതി വെക്കാത്ത കോൺഗ്രസിൻ്റെ നിലപാട് വലിയ തോതിൽ ചർച്ചയായി. രാത്രിയിൽ ആലോചിച്ചു പറയാമെന്ന് പറഞ്ഞുപോയ ഖാർഗെ പിന്നീട് ഇത്ര വലിയ നീണ്ട ഉറക്കത്തിലേക്കാണോ പോയത് എന്ന് ചോദിക്കുന്ന രാഷ്ട്രീയ ചോദ്യം കേരളം ഈ പ്രചാരണ രംഗത്ത് കണ്ടു. ഇതെല്ലാം ലീഗിനെയും ബാധിച്ചു. ഇതെല്ലാം വന്നൊരു ഘട്ടത്തിൽ കണ്ട വളരെ വിചിത്രമായൊരു കാഴ്ച, കൊടി ഉപേക്ഷിച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും അതുപോലെ തന്നെ പിന്നാലെ മുസ്ലിം ലീഗുമൊക്കെ വയനാട്ടിലും മറ്റു പല നിയോജക മണ്ഡലങ്ങളിലും ലോക്സഭാ മണ്ഡലങ്ങളിലാകെയും രാഹുൽ ഗാന്ധി പോയിടത്തൊക്കെ പോകുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഈ പൗരത്വ നിയമം വല്ലാതെ പ്രതിരോധത്തിലാക്കി. യഥാർത്ഥത്തിൽ കേരളത്തിൽ അത് പ്രതിരോധത്തിലാക്കുന്നത് BJP ആണ്. അതുപോലെ തന്നെ അതിനെതിരായ സമീപനത്തിൻ്റെ പേരിൽ അത് ഒട്ടും വ്യക്തതയില്ലാത്തതാണ്, ദുർബലമാണ്. മതനിരപേക്ഷ കാഴ്ചപ്പാടിനെ വല്ലാതെ കോൺഗ്രസ് ദുർബലമാക്കുന്നു എന്ന ശക്തമായ വിമർശനത്തിന് ഇത് വിധേയമായി. അതുകൊണ്ട് തന്നെ ഈ പ്രചരണ രംഗത്ത് അതിൻ്റെ ഒരു ആധിപത്യം മേൽക്കൈ നേടാൻ കോൺഗ്രസ്സിന് കഴിയാതെ പോയിട്ടുണ്ട് എന്നുള്ളതാണ് പ്രചരണ രംഗമാകെ പരിശോധിച്ചാൽ മനസ്സിലാകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു നിരീക്ഷണം. മറ്റൊന്ന് ഇലക്ട്രൽ ബോണ്ട്. അത് BJPയെ പോലെ തന്നെ കോൺഗ്രസിനെയും വെട്ടിലാക്കിയിട്ടുണ്ട്. കാരണം ഇതൊരു അഴിമതി പണമാണ്. മോദി സർക്കാരിൻ്റെ BJPയുടെ കോടാനുകോടി പണം സമാഹരിക്കാനുള്ള ഒരു അഴിമതി വഴിയാണ് എന്ന് രാഷ്ട്രീയമായി തിരിച്ചറിയാൻ കഴിയാതെ ഇലക്ട്രൽ ബോണ്ട് സ്വീകരിക്കാൻ തയ്യാറാവുകയും അതിന് അക്കൗണ്ട് തുറക്കുകയും അതിലൂടെ 1500 കോടി രൂപ കൈപ്പറ്റുകയും ചെയ്ത കോൺഗ്രസ് യഥാർത്ഥത്തിൽ വെട്ടിലാവുന്നതുകൂടി, കോൺഗ്രസിനെ ഇടതുമുന്നണി വെട്ടിലാക്കുന്നതും ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് കണ്ടു. പിന്നീടത് സുപ്രീം കോടതി റദ്ദു ചെയ്തപ്പോൾ അത് മോദിയുടെ അഴിമതിയാണ് എന്ന് രാഹുൽ പറയുകയുണ്ടായി. പക്ഷേ നയപരമായി ഈ അഴിമതി പണം വേണ്ട എന്ന നിലപാട് സ്വീകരിച്ച് ഇലക്ട്രൽ ബോണ്ടിലൂടെയുള്ള കോടികൾ വേണ്ട എന്ന് പറയാൻ കോൺഗ്രസ് തയ്യാറായില്ല. തുടക്കം മുതൽ 2019 മുതൽ എന്ന പ്രശ്നം കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പിൽ കാലത്ത് നേരിട്ട ഒരു വലിയ പ്രശ്നം തന്നെയായിരുന്നു. അതുപോലെ തന്നെ UDFൻ്റെ, കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് എന്ന നിലയിൽ രാഹുൽ ഗാന്ധി സ്ഥിരതയില്ലാത്ത നേതാവാണ് എന്ന പ്രധാന വിമർശനം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഇടതുമുന്നണി പല വിഷയങ്ങളിലൂന്നി പ്രചരണ രംഗത്ത് കൊണ്ടുവന്നു. അത് വലിയ ചർച്ചയായി മാറുന്നത് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് കണ്ട് അതിനടക്കം മറുപടി പറഞ്ഞു പോകേണ്ട ഒരവസ്ഥയിലേക്ക്, വളരെ ഡിഫെൻസീവായ ഒരു അവസ്ഥയിലേക്ക് ഈ വിഷയങ്ങളാകെ കോൺഗ്രസിനെ ഈ പ്രചരണ കാലത്ത് കൊണ്ടുപോവുകയുണ്ടായി. അപ്പോൾ മറ്റൊന്നുകൂടിയുണ്ട്. അപ്പോൾ കേരളത്തിൻ്റെ ഒരു പൊതു അന്തരീക്ഷത്തിൽ സംസ്ഥാന സർക്കാരിനെതിരായ വലിയ ഒരു CPIM വിരുദ്ധത, പിണറായി സർക്കാരിനെതിരായ പൊതു നിലപാടിൽ നിന്നുകൊണ്ട് BJPയേക്കാൾ വിമർശിക്കേണ്ടത് ഇടതിനെയാണ് എന്ന നിലയിലേക്ക് കേരളത്തിൽ കോൺഗ്രസ് പോവുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഈ പ്രചരണ കാലത്താകെ കാണാനിടയായത്. മറ്റൊന്ന് BJPയിലേക്ക് വന്നാൽ, BJPക്ക് പ്രചരണ രംഗത്ത് ക്ലച്ച് പിടിക്കാനായോ എന്ന പ്രധാനപ്പെട്ട ഒരു അന്വേഷണം നടത്തിയാൽ മോദി ഭരണത്തോടുള്ള ഒരു എതിരായ സമീപനം, മോദി ഭരണവിരുദ്ധ വികാരം BJPക്ക് ആകെ തലവേദനയായി മാറുന്നതാണ് നമ്മൾ കണ്ടത്. ഇവിടെ പല തവണ നരേന്ദ്രമോദി പ്രധാനമന്ത്രി വന്നുപോയതൊക്കെ മാധ്യമ വാർത്തകളായി വളരെ ആകർഷകമായി അത് കൊണ്ടുവരാൻ കഴിഞ്ഞെങ്കിലും അതിലൂടെ ഉന്നയിക്കപ്പെട്ട പ്രശ്നങ്ങളിലൂടെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണത്തെ ഡ്രൈവ് ചെയ്യുന്ന അജണ്ട സെറ്റ് ചെയ്യാൻ കഴിയുന്ന നിലയിലേക്കൊന്നും പ്രധാനമന്ത്രിക്ക് പോകാൻ കഴിഞ്ഞില്ല. ആ നിലയിലുള്ള മേൽക്കൈ അദ്ദേഹത്തിന് ലഭിച്ചതുമില്ല. ഇപ്പോൾ സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിന് വന്നുകൊണ്ടാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ വരവറിയിച്ചുകൊണ്ട് മോദി വളരെ വ്യത്യസ്തമായ ഒരു തന്ത്രത്തിലൂടെ, സ്ട്രാറ്റജിയിലൂടെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലേക്ക് വന്നിറങ്ങിയത്.
നടത്തിയത്. അത് കഴിഞ്ഞ് പല ഘട്ടങ്ങളിലായി അദ്ദേഹം പല നിയോജക മണ്ഡലങ്ങളിൽ, ലോക്സഭാ മണ്ഡലങ്ങളിലും വന്നുപോയി എങ്കിലും അവിടെയൊക്കെ യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റേതായിട്ടുള്ള പ്രധാനമന്ത്രി എന്ന നിലയിൽ ഏതെങ്കിലും തരത്തിൽ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു അജണ്ടയെ സെറ്റ് ചെയ്യാൻ കഴിയുന്ന നിലയിലേക്ക് അദ്ദേഹത്തിന് മാറാൻ കഴിഞ്ഞില്ല. മാത്രമല്ല അദ്ദേഹം കൂടുതൽ വിമർശിക്കപ്പെടുന്നതിന്, ആ ഭരണം കൂടുതൽ കേരളത്തിൽ വിമർശന വിധേയമാകുന്നതിനാണ് അത് ഇടവരുത്തിയത് എന്നതുകൂടി പറയേണ്ടതായി വരും. മറ്റൊന്ന്, ഈ മോദി വിരുദ്ധ വികാരം, മോദി ഭരണത്തോടുള്ള കേരളത്തിൻ്റെ എതിർപ്പ് എന്നുള്ളതിൽ അക്ഷരാർത്ഥത്തിൽ BJP സ്ഥാനാർത്ഥികളും NDA മുന്നണിയുടെ സ്ഥാനാർത്ഥികളും വല്ലാതെ വിയർക്കുന്നതുകൂടിയാണ് 20 ലോക്സഭാ മണ്ഡലങ്ങളിലും കണ്ട ഏറ്റവും രസകരമായൊരു കാഴ്ച. ഏത് ലോക്സഭാ മണ്ഡലത്തിലേക്ക് പോയാലും അവിടെ നിങ്ങൾ സ്ഥാനാർത്ഥിയെ വിജയിപ്പിച്ചാൽ അവരെല്ലാവരും കേന്ദ്രമന്ത്രിമാരാണ് എന്ന നിലയിലേക്ക് പറയുന്ന നില കണ്ടു. ഏത് മണ്ഡലത്തിലും വിജയിച്ചാൽ അവരെല്ലാം കേന്ദ്രമന്ത്രിമാരാണ് എന്നൊരു ഓഫർ ഇങ്ങനെ വെക്കുന്ന നിലയിൽ കൂടിയാണ് BJP ഒരു തന്ത്രം പയറ്റി നോക്കിയത്. അത്തരം നിരവധിയായ ഫ്ലെക്സ് ബോർഡുകൾ പല ലോക്സഭാ മണ്ഡലങ്ങളും കണ്ടു. അപ്പോൾ കേരളത്തിൽ തന്നെ ഒരു 20 കേന്ദ്രമന്ത്രിമാരെ വരെ ഓഫർ ചെയ്യുന്ന നിലയിലേക്കാണ് BJP പ്രചരണ രംഗത്ത് നോക്കിയത്. അതുപോലെ തന്നെ ഐസർ പോലെയൊക്കെയുള്ള കാര്യങ്ങൾ എല്ലാ മണ്ഡലങ്ങളിലും അങ്ങ് വാഗ്ദാനം ചെയ്യുകയാണ്. അത് ആ നിലയിൽ പറയുക, എവിടെ എന്ന ഒരു വ്യക്തതയോ ക്ലാരിറ്റിയോ ഇല്ലാതെ പല മണ്ഡലങ്ങളിലും അത്തരം വാഗ്ദാനങ്ങളൊക്കെ കൊരിച്ചിട്ട്, അതിൻ്റെ കാരണം കേരളത്തിൻ്റെ ഈ പൊതുവായ എതിർപ്പ് എന്ന യാഥാർത്ഥ്യം ഈ സ്ഥാനാർത്ഥികളും ആ പാർട്ടിയും ആ മുന്നണിയും തിരിച്ചറിഞ്ഞു എന്നതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഈ തെരഞ്ഞെടുപ്പിൽ നാളെ വോട്ട് ചെയ്യാൻ പോകുമ്പോൾ ഈ അന്തരീക്ഷത്തിൽ, തെരഞ്ഞെടുപ്പിൻ്റെ ഒരു രാഷ്ട്രീയ അന്തരീക്ഷം പ്രചരണ രംഗത്ത് എങ്ങനെയൊക്കെ ആയിരുന്നു എന്നത് ഏറെക്കുറെ എല്ലാവരിലേക്കും വേഗം ഓർത്തെടുക്കാൻ പാകത്തിന് ഇന്നൊരു നിശബ്ദ പ്രചാരണത്തിൻ്റെ ദിവസമാണ്. രാഷ്ട്രീയ പ്രതികരണങ്ങൾ വല്ലാതെ കുറയുന്ന ദിവസമാണ്. അപ്പോൾ അതിനപ്പുറത്തേക്ക് ഈ ഒരു കഴിഞ്ഞൊരു 2 മാസക്കാലം ഓർത്തെടുക്കാൻ പാകത്തിനുള്ള ചില പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് വിവരങ്ങളാണ് ഇലക്ഷൻ ഇന്ത്യ പ്രേക്ഷകർക്ക് മുൻപായി അവതരിപ്പിച്ചത്.